പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉടമ്പടി തുടങ്ങിയ കാലത്ത് അമ്മ ആദ്യം പറഞ്ഞതേ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന്. അപ്പം ചിലരെങ്കിലും വിചാരിക്കും, അങ്ങനെ എന്നുവെച്ചാൽ നമ്മുടെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപയെന്ന്. ഈ മലയാളിക്കൊരു കുഴപ്പമുള്ളതെന്നറിയാവോ? മലയാളി ബേസിക്കായിട്ട് മെറ്റീരിയലിസ്റ്റുകളാണ്, ആത്മീയവാദികളല്ല ശരിക്കും. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവനും ഗോവധങ്ങളെന്നൊക്കെ പറയുമ്പോൾ നമ്മളവർക്ക് പിന്നെ ഭക്ഷണത്തിൻ്റെ സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷേ ഭക്ഷണം ഒരു പ്രശ്നമാണ്. ഇന്ത്യൻ ഫുഡെന്ന് പറയണത് വെജിറ്റേറിയൻ ആണല്ലോ നമ്മുടെ രാജ്യം. എത്രയോ കാലമായിട്ട്. നേരത്തെയൊക്കെ എക്സെപ്ഷൻസൊക്കെ ഉണ്ട്. എക്സെപ്ഷൻസ് ഇങ്ങനെ ജനറലൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ രാജ്യം സാംസ്കാരികമായിട്ട് വെജിറ്റേറിയൻ ആണ് ശരിക്കും, സാമൂഹ്യമായിട്ടും. അതിൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, ഫുഡ് ഹാബിറ്റ്സ് എല്ലാം അങ്ങനെയാണ് ബേസിക്. പിന്നെ വന്നവരല്ലേ ഇവിടെ നോൺ വെജിറ്റേറിയൻ പ്രചരിപ്പിച്ചത്, കറക്റ്റാണല്ലോ. അതിൻ്റെ അകത്ത് അങ്ങനെ ആരും എന്തൊരു അഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ അത് എങ്കിലും ഇന്ത്യയിൽ പൊതുവെ എങ്ങനെയാണെങ്കിൽ മലയാളികളുടെ മനസ്സ് ആത്മീയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത്ര ആത്മീയമായിട്ട് തോന്നിയിട്ടില്ല. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പഴഞ്ചൊല്ലുകളാണല്ലോ നമുക്ക് മലയാളിക്ക് ബൈബിളൊന്നുമില്ല. ബൈബിളൊക്കെ ഇടക്കാലം കൊണ്ട് നമുക്ക് കിട്ടിയതാണല്ലോ. ഈ മനുഷ്യന്മാരുടെ ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇവിടെ
മിന്നുന്നതെല്ലാം പൊന്നല്ല, അതൊക്കെയായിരുന്നു ഇവിടുത്തെ ബൈബിള്. അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ജീവിതാനുഭവങ്ങളുണ്ട്. പിന്നെ എന്താണ്, അഹങ്കാരവും ദുരഭിമാനവും ഒക്കെ മലയാളിയുടെ മനസ്സിൻ്റെ ബേസിക്കായിട്ട് കിടക്കുന്നുണ്ട്. അതാണ് ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം. ചത്തി സാധനം പോയി എന്നാലും ചമഞ്ഞ് കിടക്കണം. ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ലെന്നുള്ള ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ലെന്നാണ്. അത് അതിൻ്റെ അകത്തൊരു മെറ്റീരിയലിസം ഉണ്ട്, ഭൗതികവാദമുണ്ട്. ചത്തുപോയ സംഭവമാണെങ്കിൽ ശരി, അത് ചെയ്യാൻ പറ്റിയിരിക്കണമെങ്കിൽ ശരി, വളരെ അലങ്കരിച്ച് വെക്കണമെന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ഭൗതികവാദം എന്ന് പറയുന്നത്. ഇതുപോലെ മലയാളിയുടെ ഭൗതികവാദം നമുക്ക് നിരീക്ഷിക്കാവുന്ന സംഭവമാണ് താൻ പാതി ദൈവം പാതി എന്ന് പറയാം. താൻ പാതി ദൈവം പാതി. പക്ഷെ ബൈബിള് അതിനോടൊന്നും യോജിക്കത്തില്ല. ബൈബിൾ എന്താ പറയണത്, നിങ്ങൾക്ക് പാതി വെക്കാൻ പറ്റത്തില്ല. നമ്മൾ പാർട്ട്നേഴ്സാണ്. നിങ്ങൾ പകുതി വെക്കാൻ നിങ്ങളുടെ പകുതി ഷെയർ വെക്കണം. പക്ഷേ ഷെയർ ഇല്ലാത്തവൻ എന്ത് ചെയ്യും? അവൻ ചത്ത് കളയണ. അതല്ലേ പ്രശ്നം. ഇപ്പം ദൈവം നമ്മൾ തമ്മിലൊരു ജീവിതം അങ്ങനെ അതിലേക്ക് വരുമ്പോൾ നമുക്ക് ചില സമയത്ത് ഈ മനുഷ്യനോട് ആണെങ്കിലും നമ്മൾ ഒരു ഉടമ്പടി ചെയ്താൽ നമുക്ക് നിങ്ങൾ ഷെയർ വെക്കാൻ പറ്റത്തില്ല. ഇല്ല, അവിടെ ഇല്ല. അപ്പോൾ ഇല്ലാത്തൊരു കാലം മനുഷ്യരാശിക്ക് എപ്പോഴും ഉണ്ടാവുമല്ല. അപ്പം നമുക്ക് ഒന്നുമില്ലാത്തവർ എന്ത് ചെയ്യും? താൻ പാതി ദൈവം പാതി എന്ന് വെച്ചാൽ താൻ പാതി എന്ന് പറഞ്ഞാൽ നമുക്ക് പാതി ഉണ്ടേ. നമുക്ക് പാതി ഇല്ലാത്ത മെരിറ്റ് എന്നാണ് ബൈബിൾ പറയേണ്ടത്. മെരിറ്റ്, നോട്ട് ബൈ മെരിറ്റ് എന്ന് പറഞ്ഞ സംഭവം തന്നെ എന്താണ്? നമ്മൾക്ക് ഒരു കഴിവില്ലാത്ത കുറേ വിഷയങ്ങൾ ജീവിതത്തിലുണ്ടാവും. നമുക്ക് കഴിവില്ലാത്ത കുറേ വിഷയങ്ങൾ ജീവിതത്തിലുണ്ടാവും. ഇപ്പോൾ ചില ആൾക്കാർ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പോയായിരുന്നു, ഇവിടെ ഈ പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിൽ പോയായിരുന്നു, തട്ടേക്കാട്. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഞാൻ തട്ടേക്കാട് കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ ഉള്ള 1-2 പേര് എന്നോട് പറഞ്ഞ്, ഇവിടെ ഒരച്ഛൻ മരിച്ച സ്ഥലമാണ്. അപ്പം ഞാൻ ശ്രദ്ധിച്ച്, എങ്ങനെ മരിച്ച്? അത് അച്ഛൻ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് പുഴ കാണിക്കാൻ വന്നപ്പോൾ കുട്ടികൾ വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ട് കുളിക്കണ സമയത്ത് 2 പേര് ഒഴുക്കിൽപ്പെട്ട് ഒരാൾ അച്ഛനും നീന്തി ചെന്ന് രക്ഷപ്പെടുത്തി. അടുത്ത ആളെ രക്ഷപ്പെടുത്താൻ പോയപ്പോൾ അച്ഛനും അവരുടെ കൂടെ പോയി, മരിച്ചുപോയി. അപ്പം ചില സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിവുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിവുണ്ടാകത്തില്ല. ഈ ലോകത്തിൻ്റെ ഒരു അവസ്ഥ അതാണ് ശരിക്കും പറഞ്ഞാൽ. ഞാനിപ്പോൾ ഇവിടെ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പം ഈ ആൾക്കാർ പറയുന്നത് താൻ പാതി ദൈവം പാതി എന്ന്. ഇപ്പം നമുക്ക് പാതി വെക്കാൻ ഉണ്ടാകത്തില്ല ചില സമയത്ത്. അപ്പോൾ പാതി വെക്കാനില്ലാത്ത ആൾക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അതുകൊണ്ടാണ് ദൈവം വേറെ ഉടമ്പടി തന്നത്. എന്താണ് അതിൻ്റെ അവിടെ ഉള്ളൊരു ഗുണം? എന്താണ്? നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ കഴിവ് കൊണ്ടല്ല, 100%, 50% നിൻ്റെ കഴിവെന്ന് പറയുന്നില്ല. മലയാളി എങ്ങനെ പറയണത്? താൻ പാതി ദൈവം പാതി. പക്ഷേ നമുക്ക് പാതി വെക്കാൻ ഉണ്ടാകത്തില്ല. ഇപ്പം പിന്നെ എന്ത് ചെയ്യും? ദൈവം തന്നെ മൊത്തം എടുക്കും. അതാണ് ഉടമ്പടി ഒരു വിജയം എന്ന് പറയുന്നത്. ദൈവം തന്നെ മൊത്തം എടുക്കും. അപ്പോൾ അത് Ephesians 2:8 ആദ്യം നമുക്ക് കർത്താവ് വെളിപാട് തന്നെങ്കിലും സുവിശേഷത്തിൻ്റെ ഒരു പൊതുധാര അങ്ങനെയാണ്. എൻ്റെ ദൈവവേദനെ, ഞാൻ ഉടമ്പടിക്ക് നീയുമായിട്ട് ദാഹിക്കുകയാണ്. നിൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഉടമ്പടി ചെയ്യാം എന്നാണ് ദൈവം പറയണത്. നിൻ്റെ കയ്യിൽ പകുതി വെക്കാനൊന്നും ഇല്ലെങ്കിലും, ആരോഗ്യമില്ല, സമ്പത്തില്ല, സൗന്ദര്യമില്ല, അവസരമില്ല, റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല, നിൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അലീന എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൾ ജർമ്മനി പഠിക്കാൻ പോയതാണ്, മാസ്റ്റേഴ്സ് എടുക്കാൻ പോയതാണ്. മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ജോലി വേണ്ടേ? അപ്പം അത് പുതുക്കണം. പക്ഷേ വിസ പുതുക്കി കിട്ടണില്ല. വിസ പുതുക്കി കിട്ടണമെങ്കിൽ 2-3 കാര്യങ്ങൾ വേണം. ഒന്ന്, 13 ലക്ഷം രൂപ FD-യിലുണ്ടാകണം. രണ്ടാമത്തത് സാലറി സർട്ടിഫിക്കറ്റ് വേണം.
അപ്പോൾ 3 രേഖകളുണ്ടെങ്കിൽ വിസ പുതുക്കത്തുള്ളൂ. ഒന്ന് 13 ലക്ഷം രൂപ, അത് 13 ലക്ഷം പിന്നെ ആൾ പറയണത് എൻ്റെ വണ്ടിക്കാശ് പോലും ഇല്ലെന്നാണ് പറയണത്. പിന്നെ എന്താ വേണ്ടത്? സാലറി സർട്ടിഫിക്കറ്റ്, അതും ഇല്ല. സാലറി ഇല്ല, ജോലിയില്ല, സാലറി ഇല്ല. പിന്നെ എന്താ വേണ്ടത്? പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതും ഇല്ല. ഈ പഠിക്കല്ലേ, അപ്പോൾ ഇത് 3 ഇല്ലാതെ പിന്നെ എങ്ങനെ വിസ പുതുക്കണത്? എന്നിട്ടും പരിശുദ്ധാത്മാവ് ഇവളോട് പറയുമേ, നീ ആപ്ലിക്കേഷൻ വെക്ക്. അപ്പോൾ അവൾ മാതാവിനോട് പറയുവേ, അമ്മേ എൻ്റെ കയ്യിലൊന്നുമില്ല കേട്ടോ, സാലറി സർട്ടിഫിക്കറ്റ് ഇല്ല, പിന്നെ 13 ലക്ഷത്തിന് 13 രൂപ പോലും എൻ്റെ ഇല്ല, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല. എനിക്ക് ആകപ്പാടെ ഉള്ളത് അമ്മയുമായിട്ടുള്ള ഉടമ്പടി മാത്രമാണ്. നിങ്ങൾക്കറിയണം, ആ സാക്ഷ്യം കേട്ടോ, 2 കൊല്ലത്തേക്ക് ഇതെല്ലാം ഉള്ള ആൾക്കാർക്ക് 6 മാസമേ ഉടമ്പടി പുതുക്കുള്ളൂ. ദൈവം അതിൻ്റെ കക്ഷിയായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 2 കൊല്ലത്തൊക്കെ പുതുക്കി കിട്ടിയിരിക്കണേ. അത് ഈ സാക്ഷ്യം കേട്ടതിന് ശേഷം ഞാൻ ബൈബിളിലെ ഈ നോട്ട് ബൈ മിനിറ്റ് ആശയത്തിൽ കർത്താവ് വെളിപാട് വേറെ വല്ലതും പറയുന്നുണ്ടെന്ന് നോക്കി. അതേ ആശയത്തിലെ തീത്തുസ് ലേഖനത്തിലെ 3-ാം അധ്യായം 4-5 വാക്യം, എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവർത്തികൾ കൊണ്ടല്ല, നമ്മുടെ മെരിറ്റ് കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിന്റെയും നവീകരണത്തിന്റെയും സ്നാനത്താലത്രേ. ദൈവം നിർവഹിച്ചതാണെന്ന് അർത്ഥം. അതുപോലെ ഒരു വചനമാണ് റോമ 11:6. അത് കൃപയാലാണെങ്കിൽ പ്രവർത്തികളിൽ അധിഷ്ഠിതമല്ല. കൃപയാലല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപയായിരിക്കത്തില്ല. കൃപയാലല്ലെങ്കിൽ അല്ലാതെ ഒരു കാര്യം നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കൃപയല്ല എന്താ പറയണത്? പിന്നെ അപ്പം എന്താ അർത്ഥം? കൃപയാലാണെങ്കിൽ പിന്നെ അവിടെ പ്രവൃത്തിക്ക് അടിസ്ഥാനമില്ലെന്ന്. അപ്പം ചില കാര്യം പ്രവൃത്തിയല്ല, ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. 2 തിമോത്തി 1:9 എടുത്തേ. അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല, അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരം അനുസരിച്ചുമാണ്. യേശുക്രിസ്തുവിലുള്ള കൃപ എത്രയോ നേരത്തെ വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മളുടെ മെരിറ്റ് നോക്കാതെ പലപ്പോഴും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അപ്പോൾ ഈ ആശ്രയം തെറ്റുന്നതൊക്കെ എവിടെയാണ്? ദൈവം പറഞ്ഞ നിങ്ങൾക്ക് പലപ്പോഴും സഹനങ്ങളൊക്കെ അനുവദിച്ച് തരുന്നതും പല പ്രതികൂല അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുവദിച്ച് തരുന്നതും അത് ദൈവത്തിലേക്ക് ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? 2 കൊരിന്ത്യർ 1:9. അപ്പോൾ ഇതെല്ലാം തെറ്റുന്നത് എവിടെയാണ്? നമ്മളുടെ സമ്പത്തിലും ശക്തിയിലും നമ്മളെ ബന്ധത്തിലും അതിൽ നമ്മൾ ആശ്രയിക്കും. രാഷ്ട്രീയക്കാരിലും നമുക്ക് പരിചയമുള്ളവരോടും സുഹൃത്തുക്കളുടെ അടുത്ത് ആശ്രയം കാണിക്കും. അവിടെയാണ് തെറ്റിപ്പോകുന്നത്. അതുപോലെ നമ്മളെ കരബലത്തിൽ ആശ്രയിക്കും. ശ്രദ്ധിക്കേണ്ടത്, നമ്മളെല്ലാം കുഞ്ഞുങ്ങളാണ്. ഒരു കുഞ്ഞിൻ്റെ കരം എത്രയാണ്? ചെറുതാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ഫുൾ ബോട്ടിൽ ചോക്ലേറ്റ് എടുത്ത് കുഞ്ഞിൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം എടുത്തു കൊടുത്താൽ അതിന് ശീലം ഉണ്ടെങ്കിൽ നമ്മളെ കയ്യിലിരുന്ന് എടുത്തു കൊടുക്കുമ്പോഴത്തേക്കും അതിലൊരു 10 ചോക്ലേറ്റ് വരും. നീ തന്നെ എടുത്തോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും അവൻ എടുത്തെടുത്ത് നോക്കും. അപ്പോൾ അതിൽ 3 എണ്ണം മാത്രമേ വരുള്ളൂ, ചിലപ്പോൾ 4 എണ്ണം. അപ്പോൾ ബുദ്ധിയുള്ള കുഞ്ഞാണെങ്കിൽ എന്ത് പറയും? വേണ്ട അച്ഛാ, ഞാൻ എടുക്കില്ല, നീ തന്നെ എടുത്തതാന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എപ്പോഴും ദൈവത്തിൻ്റെ കരങ്ങളിലിരുന്ന് വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ തന്നെ പിടിച്ചെടുക്കാൻ ശ്രമിക്കും. എന്നിട്ടത് കിട്ടാതാകുമ്പോൾ കരയും. എന്നിട്ട് നമ്മളെ കൈ തന്നെ ഇട്ട് അതൊക്കെ വാരിയെടുക്കാൻ നോക്കും. ദൈവം ആഗ്രഹിക്കുന്നത് ആ മൊത്തം ബോട്ടിൽ തന്നെ കൊടുക്കാനാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ആക്രാന്തം കാണിച്ച് അതിലിരുന്ന് കൈയിട്ട് വാരിയിട്ട് 2 or 3 കിട്ടും, അത് തീർന്നു പോകും, അത് താഴെയും വീഴും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചോദിക്കണം. നമുക്ക് ചിലപ്പോൾ നമ്മളെ കയ്യിൽ കാശുണ്ടാകാം, ചിലപ്പോൾ ഒരു വീട് ഭവനം വാങ്ങിക്കാൻ നമ്മിങ്ങനെ ബുദ്ധി കൊണ്ട് ഓർക്കുമ്പോഴത്തേക്കും, യുക്തി കൊണ്ട് ഓർക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ, കുറച്ച് ലോൺ കിട്ടും, കുറച്ച് കാശുണ്ട്, ഇനി 10,000 രൂപ കടം വാങ്ങിക്കാം, എന്നിട്ട് നമുക്ക് മാസം ഇത്രയും പിടിച്ചു വെച്ച് നമുക്ക് പ്ലാനിങ് ഒക്കെ കറക്റ്റായിരിക്കും. എന്നിട്ട് അത് പോയിട്ട് വാങ്ങിക്കുകയും ചെയ്യും, പണിയും കിട്ടും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കയ്യിൽ എല്ലാ സജ്ജീകരണവും ഉണ്ടെങ്കിലും നമ്മൾ ദൈവത്തോട് ചോദിക്കണം, നിൻ്റെ കരം കൊണ്ട് എനിക്ക് തന്നാൽ മതി. അത് നീ ചിലപ്പോൾ നീ ആലോചിച്ച് വെച്ചിരിക്കണം, നീ പ്ലാനിട്ട് വെച്ചിരിക്കണം, ചിലപ്പോൾ ഒരു ചെറിയ വീട് ആയിരിക്കാം. പക്ഷേ നീ ചോദിക്കരുത്, ദൈവത്തോട് പറയണം, നീ താ എനിക്ക്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ദൈവത്തോട് നമ്മൾ ചോദിക്കേണ്ടത്. നീ തന്നാൽ മതി, എനിക്ക് എന്ത് തന്നാലും നീ തരണം. അപ്പോൾ ദൈവം പറഞ്ഞിട്ടുള്ളത് ലൂക്ക 15:31 എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. അതിൽ ആരും വിശ്വസിക്കുന്നില്ല, അതാണ് പ്രശ്നം. നമുക്കെപ്പോഴും സങ്കടം, എൻ്റെ ബാങ്കിൽ കാശില്ല, ബാങ്ക് ബാലൻസ് കാശില്ല, എൻ്റെ കയ്യിൽ കാശില്ല, എനിക്ക് ഭവനമില്ല, എൻ്റെ മകളുടെ കല്യാണം എങ്ങനെ നടക്കും, ഇല്ല വിദ്യാഭ്യാസം എങ്ങനെ നടക്കും, അതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ്. പക്ഷെ ദൈവം പറഞ്ഞിരിക്കുക, മകനെ മകളെ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ മാത്രമേ അമ്മ എപ്പോഴും ചോദിക്കാറില്ല. നീ മതി എന്ന് പറഞ്ഞാൽ എത്ര പേരാ ചോദിക്കണം, എനിക്ക് ഒന്നും വേണ്ട, നീ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിൻ്റെ പ്രശ്നങ്ങളെല്ലാത്തിൻ്റെ ഉത്തരം, എല്ലാത്തിൻ്റെ ചരട് ദൈവത്തിൻ്റെ കയ്യിലാണ്. അത് നമുക്ക് എപ്പോഴും ഒരു ബോധ്യം ഉണ്ടാവണം. അത് എഴുതി അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഹെബ്രിയ 2:8 നമ്മളെ വീട്ടിലെല്ലാം അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഈ ലോകത്തിൻ്റെ എല്ലാ നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിലാണ്. നിൻ്റെ ട്രാൻസ്ഫർ ആയിക്കോട്ടെ, നിൻ്റെ മേലധികാരി ആയിക്കോട്ടെ, നീ ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ എല്ലാ അവകാശവും ദൈവത്തിൻ്റെ കയ്യിലാണ്. നീ ഏത് വിഷയത്തിലാണ് വിഷമിക്കുന്നതോ
ആ വിഷയത്തിൻ്റെ നിയന്ത്രിക്കുന്നതെല്ലാം ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഈ ബോധ്യമുള്ളവർക്കാണ് അനുഭവം കിട്ടുക. എല്ലാത്തിനെക്കുറിച്ച് ആ ബോധ്യത്തോടെ പ്രാർത്ഥിക്കുന്നത് ആണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇല്ലാതെ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് ഒരു വാക്ക് വിശ്വാസം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ അത് പ്രാർത്ഥനയാകില്ല, വിശ്വാസമാകില്ല. ഓരോ കാര്യത്തെക്കുറിച്ചൊരു ബോധ്യം വേണം. പ്രൈസ് ദി ലോർഡ്. ബോധ്യത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചു പോകുക, നിങ്ങൾക്കത് അനുഭവമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും വേണം. ഇത് നമുക്ക് എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. ഇപ്പോൾ എൻ്റെ മകനോട് അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ മാസം എനിക്കൊരു ഇപ്പോൾ പഠിത്തം കഴിഞ്ഞ് എൻ്റെ കൂടെ ബിസിനസ് നോക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ്, ജോസഫ് അച്ഛൻ പറഞ്ഞ് മാസം അവനിക്ക് എന്തെങ്കിലും ഒരു ശമ്പളം കൊടുക്കണമെന്ന്, ഒരു 10,000-15,000 രൂപ ശമ്പളം കൊടുക്കണമെന്ന്. പക്ഷേ ഞാൻ കൊടുത്തിട്ട് ഇവൻ വാങ്ങിച്ചില്ല. എനിക്ക് വേണ്ട ശമ്പളം. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ 10,000-15,000 രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഫിക്സായി, അവൻ്റെ കയ്യിലുള്ളത് ആകെ 15,000 രൂപയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇല്ല 10 രൂപയുള്ളൂ. അതിന് മാത്രം ചിലവാക്കണം, അത് തീർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. അവൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കയ്യിൽ എത്രയായി? എൻ്റെ കയ്യിലുള്ള കാശല്ല അവൻ്റെയാണ്. എൻ്റെ കൂടെ ചേർന്ന് നിൽക്കും, ചിലവാക്കാനുള്ളതൊക്കെ ഞാൻ ചിലവ് ചെയ്യും. അതിൻ്റെ കണക്ക് കൂട്ടിയാൽ അത് എത്രയോ, ചിലപ്പോൾ ഒരു 2-3 കൊല്ലത്തെ ശമ്പളം ചിലപ്പോൾ 1 മാസമായി പോകും. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവം. നമ്മൾ ഇത് ഓരോന്ന് ശേഖരിച്ച് സേവ് ചെയ്ത് ദൈവത്തിന് കയറുന്ന പിടിച്ച് വാങ്ങിച്ച് ഇവിടെ വയ്ക്കും. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമേ നമ്മളുടെ ആണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കും. അതെല്ലാം ഉള്ള എല്ലാത്തിൻ്റെയും നിറഞ്ഞിരിക്കുന്ന ദൈവം എൻ്റെ ആണെന്ന് ആ ബോധ്യം നമ്മൾ മറന്നു പോകും. പ്രൈസ് ദി ലോർഡ്. അതാണ് വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ ദൈവത്തിലേക്ക് എങ്ങനെ ആശ്രയിക്കാം, അതാണ് ആദ്യം. നമുക്ക് കേട്ടിട്ടുണ്ട് ആശ്രയിച്ച് ജീവിക്കണം, ഡിപ്പെൻഡ് ഓൺ ഗോഡ്. എങ്ങനെയാണ് ആശ്രയിക്കുക? പ്രൈസ് ദി ലോർഡ്. ആശ്രയിക്കുന്നത് ജെർമിയ 29:13. ജെർമിയ 29:13 പറയണത്, നീ നിൻ്റെ പൂർണ്ണ ഹൃദയത്തിൽ ദൈവത്തെ അന്വേഷിക്കണമെന്നാണ്. ഹൃദയത്തിലിരുന്ന ദൈവത്തെ അന്വേഷിക്കേണ്ടത്. വാഗുണ്ടോ വാക്കുകൊണ്ടില്ല നമ്മൾ ദൈവത്തെ അന്വേഷിക്കേണ്ടത്. ഹൃദയത്തിൽ ഇരുന്നാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത്. നിനക്കൊരു കുറവ് വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നിനക്കൊരു ഉത്കണ്ഠ വരുമ്പോൾ, ഹല്ലേലൂയ, നിനക്കൊരു ഉത്കണ്ഠ വരുമ്പോൾ നീ അന്വേഷിക്കേണ്ടത്, നിനക്കൊരു പ്രശ്നം വന്നു, നിനക്ക് ഒരു ഭവനമില്ല, പ്രൈസ് ദി ലോർഡ്, ഇല്ല ഉണ്ടായിരുന്ന ഭവനം ജപ്തായിപ്പോയി, എന്നിട്ട് രണ്ടാമതൊരു ഭവനത്തിനുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. എന്നിട്ട് ഇല്ല, കല്യാണം കഴിഞ്ഞിട്ട് നിൻ്റെ മകൾക്ക് കൊച്ചായിട്ടില്ല. പക്ഷെ അത് എങ്ങനെയാണ്? ഹൃദയത്തിൽ നിന്ന് അന്വേഷിക്കുക, ദൈവത്തെ അന്വേഷിക്കുക. എല്ലാ നിൻ്റെ കുറവുകളിലും നീ അന്വേഷിക്കേണ്ടത് ദൈവത്തെ ആയിരിക്കണം. ആ നിനക്ക് കുറവുള്ള സാധനത്തിനില്ല. പ്രൈസ് ദി ലോർഡ്. നീ എന്തിനാ ഈ കുറവുകൾ ദൈവം തരുന്നത്? നിൻ്റെ ബന്ധം, ദൈവമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താനാണ്. പ്രൈസ് ദി ലോർഡ്. ഈ നിൻ്റെ നിയോഗങ്ങളൊക്കെ, നീ പ്രാർത്ഥിക്കുന്നതൊക്കെ ചിലപ്പോൾ താമസിക്കുന്നതിൻ്റെ കാരണം എന്താ? നിൻ്റെ ബന്ധം ശക്തിപ്പെടാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബന്ധം ശക്തിപ്പെടണം എങ്ങനെയാണ്? ഇപ്പം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചില കാര്യത്തിന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഒരു മാസം പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഉത്കണ്ഠ ഉണ്ടാവും. ഇത് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഉത്കണ്ഠ. അത് 1 മാസം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അത് 2ാമത്തെ മാസം ആകുമ്പോഴത്തേക്ക് ആ ഉത്കണ്ഠ മാറി. ഇത് നിങ്ങൾ അനുഭവിച്ച് നോക്കുക, നിങ്ങൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആ വിഷയത്തെ അത് വിട്ടുകളയരുത്. ആ വിഷയത്തെ എന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഉത്കണ്ഠ മാറി അത് പ്രത്യാശയായിട്ട് മാറും. അത് ദൈവം തരും, തന്നോളും. എന്നിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കണം. ആ പഴയ ഉത്കണ്ഠ കുറയും, ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. അത് പിന്നെയും കിട്ടിയില്ല, പിന്നെ 3 മാസമായി, 4 മാസമായി, 5 മാസമായി. ഇങ്ങനെ സമയം കൂടുന്തോറും
അവസാനം നിൻ്റെ മനസ്സിൽ തോന്നും എനിക്കിതൊന്നും വേണ്ട, എൻ്റെ ദൈവമേ എൻ്റെ കൂടെ ഉണ്ട്. അതാണ് ബന്ധം. പ്രൈസ് ദി ലോർഡ്. ഈ താമസിക്കുമ്പോൾ നിനക്ക് ആ വിഷയത്തിന് ഈ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തന്ന കുറവുകളെല്ലാം നീ ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഹൃദയത്തിലിരുന്ന് ദൈവത്തെ അന്വേഷിക്കാനാണ്.